എല്ലാവർക്കും നമസ്കാരം. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഞാൻ പ്രീ ഡിഗ്രിക്കോ ഡിഗ്രിക്കോ പഠിക്കുന്ന സമയമാണ്. ഞാനും എൻ്റെ വല്യേച്ചിയും കൂടി പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ നേരെ എതിരെയായിട്ട് ഒരു പുരുഷൻ നടന്നു വരുന്നു. ഇയാളുടെ വരവിൽ എനിക്കെന്തോ ഒരു പന്തികേട് തോന്നി. അപ്പോൾ ഒരു കൈക്കകലെയായിട്ട് ഇയാൾ എന്നെ സ്പർശിക്കാൻ വരികയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് തന്നെ വശത്തേക്കങ്ങ് മാറി. അതോടൊപ്പം തന്നെ എൻ്റെ കയ്യിലിരുന്ന കുട കൊണ്ട് ഞാൻ അയാളെ തള്ളി മാറ്റുകയും ചെയ്തു. അതുകൊണ്ട് എൻ്റെ ശരീരത്തിൽ സ്പർശിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അയാൾ എന്താണെന്നൊന്നും അറിയാത്ത പോലെ പ്രതികരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാം എന്താണെന്ന്, എനിക്കും അറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു എന്താ പ്രശ്നമെന്ന്. അപ്പോൾ ചേച്ചിയോട് ഞാൻ കാര്യം പറഞ്ഞു. ചേച്ചിയും അയാളെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് നമ്മളങ്ങ് പോയി. അതുപോലെ തന്നെ ബസ്സിൽ കയറുമ്പോൾ പലതവണ മുകളിലത്തെ കമ്പിയിൽ പിടിച്ചു നിൽക്കുമ്പോൾ അപ്പുറത്തേക്ക് പാസ് ചെയ്ത് പോകാൻ എന്ന വ്യാജേന നമ്മുടെ കയ്യിൽ തഴുകിക്കൊണ്ട് പോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ അനുഭവിച്ചിട്ടുണ്ടാവും അങ്ങനെ. അപ്പോൾ അന്നേരമെല്ലാം ഞാൻ ചെയ്തിട്ടുള്ളത്, ഒന്നുകിൽ അയാളെ രൂക്ഷമായി ഒന്ന് നോക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്, അല്ലെങ്കിൽ എന്താ നിങ്ങൾ ഈ ചെയ്തതെന്ന് ഒന്ന് പ്രതികരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഭൂരിഭാഗം ഞരമ്പ് രോഗികളുടെയും ശൗര്യം അങ്ങ് കുറയും. ഒന്നും അറിയാത്ത പോലെ മുന്നിൽ എവിടെയെങ്കിലും പോയി നിന്നുകൊള്ളും. എൻ്റെ അനുഭവത്തിൽ അതാണ്. എൻ്റെയൊക്കെ തലമുറയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ബസ്സിൻ്റെ പകുതിക്ക് വെച്ച് മുൻപോട്ട് സ്ത്രീകളാരും പോകാറില്ല. ബാക്ക് വശത്തു നിന്ന് കയറിയിട്ട് അവിടെ തന്നെ അങ്ങ് കൂട്ടം കൂടി നിൽക്കലാണ് പതിവ്. അപ്പോൾ ഏതെങ്കിലും പെൺകുട്ടികൾ മുന്നോട്ട് പോയിട്ടാണ് ഇങ്ങനെയുള്ള അനുഭവം വരുന്നത് പ്രതികരിക്കുകയാണെങ്കിൽ ആ ഉണ്ടായിരിക്കുന്ന മറ്റ് സ്ത്രീകൾ തന്നെ ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. എന്തിനാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയി നിന്നത്, അതുകൊണ്ടല്ലേ ഈ തോണ്ടലും തൊടിയിലും ഒക്കെ അനുഭവിക്കേണ്ടി വന്നതെന്നൊക്കെ പറയാറുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ട് ഒരു സംഭവം കേൾക്കുകയാണ്, കാണുകയാണ്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതിൻ്റെ സ്പീഡ് വളരെ കുറച്ച് സ്ലോ മോഷൻ മോഡിലാണ് നമ്മളത് കാണുന്നത്. നമ്മളെപ്പോഴും ആ സംഭവത്തിൻ്റെ, ആ പെൺകുട്ടിയെയും ആ പുരുഷനെയും മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ചുറ്റുവട്ടത്തും കൂടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ സ്ലോ മോഷനിലാകുമ്പോൾ ഒരാൾ കൈ പൊക്കി ഒരു ശരീരത്തിലേക്ക് തൊടുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനൊരു സമയമെടുക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുക എന്താണ്, ഇത് തലോടുകയാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് സാധാരണ സ്പീഡിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ജസ്റ്റ് ഒന്ന് കൈ പൊക്കി ഒന്ന് താഴ്ക്കുകയാണ്. പോട്ടെ, അത് നമുക്ക് മാറ്റി നിർത്താം. ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഈ പറഞ്ഞ പുരുഷൻ അനാവശ്യമായി സ്പർശിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. നമുക്ക് ആ വീഡിയോയിൽ കാണാം, ആ പെൺകുട്ടി അതിനു വേണ്ടി സൗകര്യമൊരുക്കി കൊടുത്തുകൊണ്ട് നിൽക്കുകയല്ലേ. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായി ഒരു പുരുഷൻ സ്പർശിക്കുകയോ നോക്കുകയോ ചെയ്താൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കുകയോ ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറി നിൽക്കുകയോ അല്ലേ വേണ്ടത്? അതോ അതിനെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുകയാണോ ചെയ്യേണ്ടത്? അതാണോ ശരി? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കാര്യമുണ്ട്, ഒരു പുരുഷൻ മോശമായി നോക്കുകയോ തൊടുകയോ ചെയ്താൽ അത് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു വരം നൽകിയാണ് സ്ത്രീകളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. മനസ്സിലാവും. അപ്പോൾ മോശമായ ഒരു ലക്ഷ്യത്തോടു കൂടി ഒരു പുരുഷൻ തന്നെ സ്പർശിക്കുകയാണ് എന്ന് ആ പെൺകുട്ടിക്ക് തോന്നിയെങ്കിൽ, അങ്ങനെ തോന്നിയത് കൊണ്ടാണല്ലോ അതിനെ വീഡിയോ എടുത്ത് സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത്. അങ്ങനെ തോന്നിയെങ്കിൽ എന്തിനാണ് ആ പെൺകുട്ടി അതിനെ പ്രോത്സാഹിപ്പിച്ചതെന്നാണ് എൻ്റെ ചോദ്യം. ഇനി ഇതിനൊരു തെളിവിരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടി ഇത് വീഡിയോ എടുത്തതെന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ ഇതാണോ അതിൻ്റെ ശരിയായ മാർഗം? ഈ വീഡിയോ എടുത്തതിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുകയല്ലേ വേണ്ടത്? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് ശരിയായ രീതിയിൽ പരിഹരിക്കപ്പെടുമായിരുന്നില്ലേ? ഇനി മറ്റൊരു കാര്യം, ആ വ്യക്തി മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തന്നെ ആ വ്യക്തിയെ അനുകൂലിച്ചിടുന്നു. 99% പേരും അദ്ദേഹത്തെ അനുകൂലിച്ച് പോസ്റ്റ് ഇടുന്നുണ്ട്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പകുതിയോളം പേർ, ഇപ്പോൾ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷമെന്ന് പറഞ്ഞതുപോലെ പകുതിയോളം പേർ അദ്ദേഹത്തിനെതിരെ പല കമൻറ്റുകളും ഇട്ടേനെ. ഒരുപാട് പേർ ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തേനെ. ഒരു കാര്യം മനസ്സിലാക്കുന്നു, അത്രമാത്രം നീറിയായിരിക്കും അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഒരപവാദം ഒരു വ്യക്തിയെ എത്രമാത്രം ആഴത്തിലാണ് ബാധിക്കുന്നതെന്നും അത് അയാളുടെ മനസ്സിനെ എത്രമാത്രം ആഴത്തിലാണ് സ്വാധീനിക്കുന്നതെന്നും അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. ആ തീച്ചൂളയിലൂടെ കടന്നു പോയത് കൊണ്ടായിരിക്കും അദ്ദേഹം സ്വയം മരിച്ചത്. ഒരു കാര്യം പെൺകുട്ടികളോട് പറയാം, നിങ്ങളോട് ഏതെങ്കിലും ഒരു പുരുഷൻ അപമര്യാദയായി പെരുമാറിയെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അവിടെ വെച്ച് പ്രതികരിക്കുക. രൂക്ഷമായി ഒന്ന് നോക്കുകയെങ്കിലും ചെയ്യുക. ഭൂരിഭാഗം ആണുങ്ങളും ആ നോട്ടത്തിൽ മാറിപ്പൊക്കോളും നിങ്ങളുടെ പരിസരത്ത് നിന്നും. അല്ലാതെ ജനങ്ങളുടെ മധ്യത്തിൽ അയാളുടെ കുടുംബത്തിലൊക്കെ ഇയാൾ വിചാരണ ചെയ്യപ്പെടണം,
ഇയാൾ ഇതിൻ്റെ ഫലം അനുഭവിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്ത് വീഡിയോ എടുത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് അപമാനിക്കുന്നതിൻ്റെ അങ്ങറ്റം എത്തിക്കുകയല്ല വേണ്ടത്.